ഓണം കൊയ്ത്തുത്സവത്തിന്റെ കാലമാണ്. പൊന്നും ചിങ്ങം വാർത്താമാധ്യമങ്ങൾക്കും ഒരുതരം കൊയ്ത്തുത്സവം തന്നെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിഹിത ഗർഭവും അബോർഷനും അവന്തികയുടെ ബലാത്സംഗവും ഒക്കെ കത്തിക്കയറി ഇരിക്കുമ്പോൾ അടുത്ത ഇരയായി വന്നിരിക്കുന്നു ചിങ്ങപ്പുലരി. ഇപ്പോൾ BJP-യുടെ കോർട്ടിലെ പന്താണ് ബൗണ്ടറിക്ക് പുറത്തേക്ക് കോൺഗ്രസിന്റെയും മറ്റും കാലുകളിൽ തത്തിക്കളിക്കാൻ എത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പന്തം കൊളുത്തി പ്രകടനം നയിച്ച BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെയാണ് ഇപ്പോൾ ഒരു പീഡന കേസ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു കാര്യത്തിൽ വല്ലാത്ത ആശങ്കയുണ്ട്. ഇപ്പോൾ പുറത്തുവിടുന്ന പീഡന പരാതികളിലെല്ലാം നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ് എന്നുള്ളത്. എന്താണ് സ്ത്രീകൾ ഇങ്ങനെ എന്നാലോചിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ജീവിതത്തെക്കുറിച്ച് ഒരു വീണ്ടും വിചാരമില്ലായ്മ സ്ത്രീകളിൽ കടന്നുകൂടിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീ കൃഷ്ണകുമാറിന് ജീവിതം പണയപ്പെടുത്തിയതും പാലക്കാട്ടുകാരിയായ ഒരു അഭിഭാഷകയാണ്. അവരാണ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് P. രാജീവ് ചന്ദ്രശേഖരന് ശ്രീ കൃഷ്ണകുമാർ തന്നെ പീഡിപ്പിച്ചതായി പരാതി നൽകിയിരിക്കുന്നത്. ആരോപണത്തെ തുടർന്ന് ശ്രീ കൃഷ്ണകുമാർ പാർട്ടിയിൽ തനിക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളൊന്നും രാജിവെച്ചിട്ടില്ല. പാർട്ടി കാര്യമായ നടപടിയിലേക്ക് കടന്നിട്ടുമില്ല. പരാതി പരിശോധിക്കാമെന്ന് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും മറുപടി ലഭിച്ചിട്ടുണ്ടത്രേ. എല്ലാ പീഡനങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. പീഡിതരൊക്കെ പരാതി നൽകുന്നത് പാർട്ടി നേതാക്കൾക്കും മീഡിയകൾക്കുമാണെന്നുള്ളതാണ്. നമ്മുടെ ക്രിമിനൽ കേസ് വ്യവസ്ഥയിൽ മീഡിയകൾക്കും പാർട്ടികൾക്കും കേസെടുക്കാം. ഇത്തരം പീഡനങ്ങളിൽ നിന്ന് പുതിയ കൂട്ടിച്ചേർക്കലുകൾ വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഇതുപോലെ പ്രമാദമായ കേസുകളൊക്കെ ആദ്യമെത്തുന്നത് മീഡിയകളിലാണ്. അവരിത് ആഘോഷമാക്കിയതിനു ശേഷമായിരിക്കും പോലീസ് സ്റ്റേഷനിലെത്തുക. അതല്ലെങ്കിൽ അതോടെ അത് തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്യും. കേസുകൾ കൊണ്ടുവരുന്നതും അത് പബ്ലിക്കിനിടയിൽ വിൽക്കുന്നതും മാധ്യമങ്ങളാണ്. മാത്രമല്ല പരാതിക്കാർ അൺനോണായി നിൽക്കുകയും ചെയ്യുന്നു. കൂട്ടിനുള്ളിൽ കാണാമറയത്തും വേട്ടക്കാരൻ പൊതുജനങ്ങൾക്ക് മുന്നിൽ പരിഹസിക്കപ്പെടുകയും ചെയ്യുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവർ നിരപരാധികളായാലും അല്ലെങ്കിലും. ഇവിടെയും വളരെ മുമ്പ് തന്നെ BJP-യുടെയും RSS-ന്റെയും നേതാക്കൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. RSS നേതാവ് ഗോപാലൻകുട്ടിക്ക് എറണാകുളത്ത് പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ V. മുരളീധരൻ, MT രമേശൻ തുടങ്ങിയ നേതാക്കൾക്കും ഈ സ്ത്രീ മുമ്പ് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതികൾക്കൊന്നും ഒരു പ്രതികരണവും ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകിയത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ പിതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലാണെന്നും തിരികെ വന്നാൽ അഭിഭാഷകയുടെ പീഡന പരാതിയിൽ ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇരവാദം ഉന്നയിക്കുന്നത് ഒരു അഭിഭാഷകയായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നിയമ നടപടികൾ സ്വീകരിക്കാതിരുന്നതും പോലീസിൽ കേസ് കൊടുക്കാതിരുന്നതും? സാധാരണ ജനങ്ങൾക്ക് അതിനുത്തരം കിട്ടില്ല. അവർ എന്തിനും ഏതിനും പോലീസ് സ്റ്റേഷനെയും കോടതിയെയും സമീപിക്കുന്നതാണ്. പാർട്ടി പീഡനമായതുകൊണ്ട് പാർട്ടിയിൽ പറഞ്ഞ് പരിഹരിക്കാമെന്ന് കരുതിയിരിക്കണം ഈ പാവം അഭിഭാഷകൻ. ഇതിൽ വിചിത്രമായി തോന്നിയത്, അല്ലെങ്കിൽ കൗതുകമുള്ള ഒരു കാര്യം, വളരെ മുമ്പേ ഈ അഭിഭാഷകർ തനിക്കെതിരെ നടന്ന ചൂഷണത്തിനെതിരെയും പീഡനത്തിനെതിരെയും ആർക്കെതിരെയാണോ പരാതി നൽകിയത് അതേ കൃഷ്ണകുമാറാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പ്രകടനത്തിന് നേതൃത്വം നൽകിയത് എന്നതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുഴച്ചു നിന്നത് സ്ത്രീ സംരക്ഷണവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവുമായിരുന്നു. എന്താലേ പ്രബുദ്ധരായ രാഷ്ട്രീയ കോമരങ്ങളുടെ വെളിപാടും ഉത്ബോധനവും. ഇനി വളരെ കാലം മുമ്പേ ഒരു സ്ത്രീ, അതും വെറും സ്ത്രീയല്ല, അഭിഭാഷകയായ ഒരു സ്ത്രീ നൽകിയ പരാതിക്ക് നടപടിയെടുക്കാത്ത അതേ BJP-യാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കാണാമറയത്തിരിക്കുന്ന സ്ത്രീയുടെ പരാതിയിന്മേൽ മാങ്കൂട്ടത്തിനോട് MLA സ്ഥാനം രാജിവെച്ചൊഴിയാൻ ആവശ്യപ്പെടുന്നത്. എത്ര വിചിത്രമായ വാദം! തങ്ങൾക്ക് പരിചിതമില്ലാത്ത ഒരു കീഴ്വഴക്കം മറ്റുള്ളവർ പ്രാവർത്തികമാക്കണമെന്ന് പറയുന്ന ന്യായം എവിടത്തെയാണ്? ശ്രീ കൃഷ്ണകുമാർ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്ന മറുപടി അതും വളരെ വിചിത്രമാണ്. അദ്ദേഹത്തിന്റെ വാദം പാർട്ടി ഈ കേസിനെ ദുർബലമായി കണക്കാക്കി തള്ളിക്കളഞ്ഞത് എന്നാണ്. പാർട്ടിയല്ല രാജ്യത്തെ നീതിന്യായ വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതെന്ന് കൃഷ്ണകുമാറിന് അറിയില്ലായിരിക്കാം.
പാർട്ടി ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതാവുന്നതല്ല പീഡനവും. പലപ്പോഴും പല പാർട്ടികളും ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന തീരുമാനം പാർട്ടിയിൽ കൂടുതൽ തലപ്പൊക്കത്തിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കുക എന്നത് തന്നെയായിരുന്നു. പാർട്ടിയിൽ സി കൃഷ്ണകുമാർ ഉയർന്നും അഭിഭാഷകരുടെ തട്ട് താഴ്ന്നുമായിരിക്കണം. അതുകൊണ്ടാണ് തീരുമാനമാവാതെ പോയത്. മാത്രമല്ല, കോടതിയും പോലീസും തള്ളിക്കളഞ്ഞ കേസാണ് ഇതെന്നാണ് സി കൃഷ്ണകുമാർ അവകാശപ്പെടുന്നത്. അങ്ങനെ കോടതിയും പോലീസുമെല്ലാം തള്ളിക്കളഞ്ഞ കേസ് വീണ്ടും ഒരു അഭിഭാഷകയായ പരാതിക്കാരി പാർട്ടി പ്രസിഡന്റിന് മുമ്പിൽ ബോധിപ്പിക്കുമോ? കൂടുതൽ താമസിയാതെ കേസിന്റെ ശരിതെറ്റുകൾ കൂടുതൽ ചർച്ചയാവുകയും വെളിച്ചത്ത് വരികയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. തള്ളിക്കളഞ്ഞ കേസ് കുടുംബപരമായ സിവിൽ കേസാണെന്നും പീഡന കേസല്ലെന്നും പിന്നാമ്പുറ ചർച്ച തകൃതിയായി നടക്കുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം.